ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് USB വാക്സിനേഷൻ ആണ്. വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വൈറസിന് എഗ്നിസ്റ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ആണെന്നുള്ളത്. നമ്മുടെ USB എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ്, വൈറസിന് എഗ്നിസ്റ്റ് ആയിട്ട് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം വേണ്ടത് ഒരു ആന്റിവൈറസ് ആണ്. അതായത് USB വാക്സിനേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ആന്റിവൈറസിൽ ഒന്നാണ് escan. അതുമാതിരി തന്നെ പാണ്ട എന്ന് പറയുന്ന ആന്റിവൈറസ് USB വാക്സിനേഷൻ സപ്പോർട്ട് ചെയ്യും. ഈ USB വാക്സിനേഷൻ നമ്മൾ ആന്റിവൈറസ് ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. ഞാൻ ആന്റിവൈറസ് ഇവിടെ ഉപയോഗിക്കുന്നത് escan ആണ്. അപ്പൊ escanന്റെ ഇൻസ്റ്റാളേഷൻ ആണ് നോക്കാൻ പോകുന്നത്. escanന്റെ ഇൻസ്റ്റാളേഷൻ ഫയൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഏതൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന തൊട്ട് തന്നെ ഡബിൾ ക്ലിക്ക് കൊടുക്കുക. escanന്റെ exe ഫയലിൽ ഡബിൾ ക്ലിക്ക് കൊടുക്കുക. സാധാരണ പോലെ തന്നെ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ആവും. ഇൻസ്റ്റാളേഷന് ശേഷം അത് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും. നമ്മുടെ അതിൽ സീരിയൽ കീ ഉണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ലൈസൻസ് വേർഷൻ ആണ് നമുക്ക് ആന്റിവൈറസ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഞാൻ ഡെമോക്ക് വേണ്ടിയിട്ടാണ് ട്രയൽ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്താണ് അത് കാണിക്കാൻ പോകുന്നത്. ഞാനപ്പോൾ ട്രയൽ അവൈലബിൾ ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ ട്രയലിൽ പ്രസ് ചെയ്യാണ്. അതിനുശേഷം escanന്റെ ആന്റിവൈറസ് റൺ ചെയ്യുക. escanന്റെ ആന്റിവൈറസ് റൺ ചെയ്തതിനു ശേഷം ടൂൾസ്, താഴെ കാണുന്ന ടൂൾസ് ഓപ്ഷനിൽ ചെല്ലാം. ടൂൾസ് ഓപ്ഷനിൽ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആന്റിവൈറസ് അപ്ഡേറ്റ് ആക്കുകയും അതേപോലെ തന്നെ സിസ്റ്റം ഫുൾ സ്കാൻ ചെയ്താൽ മാത്രമാണ് ഇതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ വൈറസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ USB-നെ എഫക്റ്റ് ആവും. അപ്പൊ ആദ്യം നമ്മൾ escanന്റെ ആന്റിവൈറസ് അപ്ഡേറ്റ് ചെയ്യണം. ആന്റിവൈറസ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം PC ഫുൾ സ്കാൻ കൊടുക്കുക. ഫുൾ സ്കാൻ കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ടൂൾസിൽ പോകാൻ. ടൂൾസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും USB വാക്സിനേഷൻ. നമ്മൾ USB വാക്സിനേഷനിൽ ക്ലിക്ക് ചെയ്യാം. USB വാക്സിനേഷനിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ USB ഡ്രൈവ് PC ആയിട്ട് അറ്റാച്ച് ചെയ്യണം. എന്നാൽ മാത്രമാണ് USB വാക്സിനേഷൻ പ്രസ് ചെയ്യുമ്പോൾ USB അവിടെ ഡിറ്റക്ട് ആവുള്ളൂ. ഓൾറെഡി ഞാൻ USB ഫ്ലാഷ് ഡ്രൈവ് കണക്ട് ചെയ്തിട്ടുണ്ട്. USB വാക്സിനേഷൻ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഓപ്ഷൻ കിട്ടും, ഡ്രൈവ് സെലക്ട് ചെയ്യാനും. നമ്മൾ മൾട്ടിപ്പിൾ ഡ്രൈവ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, USB ഡ്രൈവ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫ്ലാഷ് ഡ്രൈവോ മെമ്മറി കാർഡോ ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അതിനുശേഷം നമ്മൾ വാക്സിനേറ്റ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വാക്സിനേറ്റ് ആവും. ഇനി തിരിച്ച് ഇത് ഡിവാക്സിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിവാക്സിനേറ്റ് പ്രസ് ചെയ്യാൻ പറ്റും. ഈ വാക്സിനേഷൻ ലോസ് ആവുന്നത് നമ്മൾ എപ്പോഴാണോ ഫോർമാറ്റ് ചെയ്യണത്, USB ഫോർമാറ്റ് ചെയ്യണത്, അപ്പോൾ മാത്രമാണ് നമുക്ക് വാക്സിനേഷൻ ലോസ് ആവുള്ളൂ. USB ഫോർമാറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ വാക്സിനേഷൻ എപ്പോഴും അതിൽ അവൈലബിൾ ആയിരിക്കും. ഓൾമോസ്റ്റ് 85% ഇത് സക്സസ്ഫുൾ ആണ് എഗ്നിസ്റ്റ് വൈറസിന്. ഇനി ഡിവാക്സിനേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് USB വാക്സിനേഷനിൽ പ്രസ് ചെയ്യാം. അതിനുശേഷം ഡിവാക്സിനേറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ പ്രസ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അത് ഫോർമാറ്റ് ചെയ്താലും ഡാറ്റ ഉൾപ്പെടെ ലോസ് ആവും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.